പാകിസ്ഥാനിൽ നിന്നും ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതായി ബലൂച്ച് നേതാവ് മിറിയാൻ ബലൂച്ച്. പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷവും മനുഷ്യാവകാശ ലംഘനങ്ങളും അടിച്ചമർത്തലും പ്രക്ഷോഭകരെ ദുരൂഹമായി കാണാതാകുന്നതും ഉയർത്തിക്കാട്ടിയാണ് ബലൂചിസ്ഥാൻ വിമോചന സേന BLA നേതാവിന്റെ പ്രഖ്യാപനം. പുതിയ രാജ്യത്തിന് പിന്തുണ നൽകാൻ അദ്ദേഹം ഇന്ത്യയുൾപ്പെടെ ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ നൽകിയ തിരിച്ചടിയും ആഭ്യന്തര പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുന്നതിനിടയിലാണ് ബലൂചിസ്ഥാന്റെ സ്വതന്ത്ര പ്രഖ്യാപനം. ബലൂച്ച് ജനത അവരുടെ ദേശീയ വിധി പ്രഖ്യാപിച്ചെന്നും ലോകത്തിന് ഇനി അധികകാലം മൗനമായിരിക്കാൻ സാധിക്കില്ലെന്നും സമൂഹ മാധ്യമത്തിലെ കുറിപ്പിൽ മിറിയാർ ബലൂച്ച് പറഞ്ഞു. തങ്ങളെ പാകിസ്ഥാനികളെന്ന് വിളിക്കരുതെന്ന് അദ്ദേഹം ഇന്ത്യൻ പൗരന്മാരും യൂട്യൂബർമാരും ഉൾപ്പെടുന്ന സമൂഹത്തോട് അഭ്യർത്ഥിച്ചു. അത് നല്ലൊരു തീരുമാനമാണത്. കാരണം ബലൂച്ചികളെ അവരെ വേറെ രൂപത്തിൽ തന്നെയാണ് നമ്മൾ അവരെ കാണേണ്ടത്. കാരണം നല്ല ഒരു സംസ്കാരമുള്ള ആളുകളാണ്. വിദേശ രാജ്യത്തൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയും. ബലൂച്ചികൾ വളരെ നമ്മുടെ ഈ മലയാളികളെ പോലെ തന്നെ നല്ല സൗമ്യമായിട്ട് ഇടപഴകുന്ന ആ ഒരു രീതിയിലുള്ള ആളുകളാണ്. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയില്ല. അതിപ്പോൾ ലോകത്തുള്ള ഒട്ടനവധി ആ ഒരു രാജ്യക്കാരുടെ ആ ഒരു രീതികളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആരാണ് എങ്ങനെയാണെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ സമൂഹത്തോട് അഭ്യർത്ഥിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾ പാകിസ്ഥാനികളല്ല, ബലൂചിസ്ഥാനികളാണ്. യെസ്, പാകിസ്ഥാന്റെ സ്വന്തം ജനതയെന്നാൽ പഞ്ചാബികളാണ്. അവരൊരിക്കലും ആകാശത്ത് നിന്നുള്ള ബോംബാക്രമണമോ ബലപ്രയോഗത്തിലൂടെയുള്ള അപ്രത്യക്ഷമാകലോ വംശഹത്യയോ നേരിട്ടിട്ടില്ല. പാക് അധീന ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച ഇന്ത്യൻ നിലപാടിന് പിന്തുണ നൽകുന്നതായും മിറിയാർ അറിയിച്ചു. അതേസമയം റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ സോഷ്യൽ മീഡിയയിൽ തരംഗമായി. സ്വതന്ത്ര ബലൂചിസ്ഥാൻ ഭൂപടവും ബലൂചിസ്ഥാൻ പതാക വീശുന്ന ജനങ്ങളുടെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പങ്കിട്ടു. പാകിസ്ഥാനിലെ ഏറ്റവും ധാതു സമ്പന്നമായ മേഖലയാണ് ഇറാൻ അതിർത്തിയോട് ചേർന്ന ബലൂചിസ്ഥാൻ. എന്നാൽ വികസനത്തിൽ മറ്റു മേഖലകളെക്കാൾ ഏറെ പിന്നാക്കമാണ് തങ്ങളുടെ സമ്പത്ത്. ഇതര പ്രവിശ്യകൾ കൊള്ളയടിക്കുന്നുവെന്നാണ് ബലൂച്ചികളുടെ ആരോപണം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ വ്യോമാക്രമണം നടത്തുമ്പോൾ BLA പാക് സേനയ്ക്കെതിരെ 50ഓളം ആക്രമണങ്ങൾ നടത്തി എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ടിരുന്ന ഒരു വിഷയം തന്നെയായിരുന്നു അത്. അതുപോലെ തന്നെ ഇപ്പൊ മറ്റൊരു ന്യൂസ് വന്നിട്ടുള്ളത്, കരഞ്ഞുകൊണ്ട് കാല് പിടിക്കുന്ന ആ ഒരു അതെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ആ ഒരു വാക്കുകൾ തന്നെയാണ്. ഇസ്ലാമാബാദിൽ നിന്നാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് കത്തയച്ചിട്ടുള്ളത്. സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനത്തിൽ ഇന്ത്യക്ക് കത്തയച്ച് പാകിസ്ഥാൻ. കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാനിൽ കടുത്ത പ്രതിസന്ധിക്ക് വഴിവെച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യ തങ്ങളുടെ തീരുമാനം പുനർപരിശോധിക്കണമെന്നുമാണ് പാകിസ്ഥാന്റെ ആവശ്യം. ഇക്കാര്യം ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി സയ്യിദ് അലി മുർത്താസ ഇന്ത്യയുടെ ജലവിഭവ മന്ത്രാലയ സെക്രട്ടറിക്ക് കത്തെഴുതിയതായി ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്തല്ലേ, കാരണം ആ ഒരു ജലം നിന്നു കഴിഞ്ഞാൽ അവരുടെ കൃഷി പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. വിഷയം ചർച്ച ചെയ്യാനുള്ള തങ്ങളുടെ സന്നദ്ധതയും പാകിസ്ഥാൻ കത്തിലൂടെ ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 22 കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു വിദേശി ഉൾപ്പെടെ 26 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ത്യ കടുത്ത തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ നിരവധി തീരുമാനങ്ങൾ ഒന്നായ സിന്ധു നദീജല കരാർ റദ്ദാക്കൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടിയായിരുന്നു. 1960 ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ നടപ്പിലാക്കിയ കരാറാണ് ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉപേക്ഷിക്കുന്നതുവരെ കരാർ മരവിപ്പിക്കാനായിരുന്നു ഇന്ത്യയുടെ തീരുമാനം.
പഹൽഗാം ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയെങ്കിലും സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ഭീകരതയെ പിന്തുണയ്ക്കുന്നവരോട് യാതൊരു സഹകരണവും വേണ്ടെന്നാണ് ഇന്ത്യയുടെ തീരുമാനം. അത് ഇനി ഇന്ത്യയിലുള്ള ആൾക്കാരായാലും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ നിന്നിട്ടില്ലെങ്കിൽ ഇന്ത്യയുടെ തീരുമാനം മറ്റൊരു രീതിയിലാണ്. സിന്ധു നദീജല കരാർ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യയുടെ ജലം വിദേശത്തേക്ക് ഒഴുകിയിരുന്നു. ഇനി ഇന്ത്യയുടെ ജലം ഇന്ത്യക്ക് രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകുന്ന ഏർപ്പാട് ഇനി നടക്കില്ല എന്നായിരുന്നു. എന്തായാലും അത് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ്. എന്തായാലും ആ നിലപാടിനോട് ഒപ്പം തന്നെ ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യരും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആ കരുത്തുറ്റ വാക്കുകൾ അതിൽ തന്നെയാണ് നമ്മളും പ്രധാനമന്ത്രിയോടൊപ്പം നിൽക്കണമെന്ന് പറയുന്നത്. കാരണം നമ്മുടെ രാജ്യക്കാരെ പല സന്ദർഭങ്ങളിലായിട്ട് നുഴഞ്ഞു കയറി വന്ന് ആക്രമിക്കുക പതിവായിരുന്നു. അപ്പൊ അത്തരം ഭീകര പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ ഒരു കരാറിലൊക്കെ ഒപ്പിട്ട് അവർക്ക് വേണ്ടുന്ന ആ ഒരു സഹകരണത്തോടുകൂടി ഏത് രീതിയിലാണ് പാകിസ്ഥാനുമായിട്ട് സഹകരിക്കേണ്ടത് എന്ന് ആ ഭീകര പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആ ഒരു നിലപാട് തന്നെയാണ്. ഒരു രാജ്യത്തെയും അനാവശ്യമായിട്ട് ഉപദ്രവിക്കാത്ത ഒരേ ഒരു രാജ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാരതം തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ നമുക്ക് ഇന്ത്യയെ നമ്മളുടെ രാജ്യം എന്ന് പറയാൻ തന്നെ നമുക്ക് ചങ്കൂറ്റത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. എൻ്റെ ഭാരതം, ഞാൻ ജനിച്ച ഭാരതം, ഈ രാജ്യത്തുള്ള എല്ലാ സഹോദരി സഹോദരന്മാരും എൻ്റെയും സഹോദരി സഹോദരന്മാരാണ് എന്ന് ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടേ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യ തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ആ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഇന്ത്യയെ വല്ലാത്ത രീതിയിലാണ് പ്രകോപിപ്പിച്ചുകൊണ്ട് ഇത്തരം നിലപാടുകളിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിച്ചത്. അതിന്റെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യം ഭരിക്കുന്ന ആ ഒരു പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആ ഒരു ആ വ്യക്തിയുടെ പേര് ഞാൻ മറന്നു. ഇവരൊക്കെ തന്നെയാണ് ആ സാധാരണക്കാരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളിലേക്കും ഇന്ത്യയെ കൊണ്ടെത്തിച്ചത്. ഇപ്പോൾ വെള്ളത്തിന് വേണ്ടി യാചിച്ച് ആ ഒരു കരയുന്ന ആ ഒരു മുഖമൊക്കെയാണ് ഷഹബാസ് ഷെരീഫിന്റെ ആ ഒരു ഫോട്ടോയൊക്കെ പുറത്തു വരുന്നത്. എന്തായാലും ആ ജലസംവിധാനത്തിൽ ഒരു വിട്ടുവീഴ്ച നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് കത്തെഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നരേന്ദ്രമോദി സർക്കാരിന്റെ ആ ഒരു തീരുമാനം എന്താണ് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാനും കേൾക്കാനും വിധിയാക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലേ? കാരണം നമുക്ക് ഒരു മനുഷ്യരെയും ഉപദ്രവിച്ചുകൊണ്ട് നമുക്ക് ഈ ഇന്ത്യയിലുള്ള ഒരാൾക്കും ഒന്നും നേടാനില്ല. നമ്മുടെ രാജ്യം അങ്ങനെയാണ്. നമ്മുടെ ആ ഒരു രാജ്യത്തിന്റെ സംസ്കാരം അതാണ്.